ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസിയും ടേസ്റ്റിയുമായ ഒരു തോരൻ കറിയാണ്. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയല്ല ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഈ മെത്തേഡിൽ ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പടവലങ്ങ തോരനാണ്. അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് കാണണേ. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനൊരു മീഡിയം സൈസിലുള്ളൊരു പടവലങ്ങ, അതായത് സ്നേക്ക് ഗാർഡ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ കനം കുറഞ്ഞ് പൊടി പൊടിയായി അരിഞ്ഞതാണ്. എത്ര കനം കുറഞ്ഞ് അരിയുന്നോ അത്രയും ടേസ്റ്റിന് കൂടും. പിന്നെ കുക്ക് ചെയ്യാൻ ആവശ്യമായ ഓയിലാണിത്. 1/2 ടീസ്പൂൺ കടുക്, ഒരു ചെറിയ സവോള പൊടി പൊടിയായി അരിഞ്ഞതാണ്, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചാണ്. ഇത് ചിലപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ്, ഒരു മുട്ട, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കടുകിടാം. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. നമുക്കിതിലോട്ട് സവാള ഇടാം. പച്ചമുളക് ഇടാം. കറിവേപ്പില ഇടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ഇടാം. മഞ്ഞൾപ്പൊടി ഇടാം. ജീരകപ്പൊടി ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. പടവലങ്ങയ്ക്ക് ആവശ്യം വെള്ളമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം സിമ്മിലിട്ടിട്ട് അങ്ങോട്ട് വേവിച്ചാൽ മതി. അപ്പം ഇനി നമുക്ക് ചിരണ്ടി വെച്ചിങ്ങനെ തേങ്ങ ഇടാം. നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് വെക്കാം. എന്നിട്ട് സിമ്മിലിട്ടിട്ട് നമുക്ക് വേവിക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി.
ഇതിന് ഒത്തിരി വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വേവും. നമുക്കിനി മൂട് തുറന്നൊന്ന് ഇളക്കി നോക്കാം. ഇതുണ്ടോ സൈഡിൽ കൂടെയൊക്കെ വെള്ളം ഊരി വന്നേക്കുന്നുണ്ടോ? ഇനി അത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്താൽ മതി കേട്ടോ, അപ്പോൾ നല്ലതായിരിക്കും. ചില പടവലങ്ങയ്ക്ക് നല്ല വെള്ളമുണ്ട്, അതിന് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിന് നല്ല വെള്ളമുണ്ട് ഈ പടവലങ്ങയ്ക്ക്. അഥവാ ഡ്രൈ ആയി പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾ തളിച്ച് കൊടുക്കുക, എന്നിട്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് മൂട തുറന്ന് നോക്കാം. ഞാൻ ഇതിനിടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ നല്ലതാണ്. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയ ഒരു മുട്ട നമുക്ക് ഇതിലോ പൊട്ടിച്ച് ചേർക്കാം. ഇങ്ങനെ നല്ല ചിക്കി രൂപത്തിൽ ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പടവലങ്ങ ഇഷ്ടമില്ലാത്തവർ ഇത് കൂട്ടും. ഇത് കറി കുക്ക് ചെയ്യുമ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനേ, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വെച്ച് ഡ്രൈ ആയി പോവേ. അപ്പോൾ മുട്ടയൊക്കെ നല്ലൊരു കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി പടവലങ്ങ തോരൻ റെഡിയായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പടവലങ്ങ ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഇഷ്ടമാകും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.